സ്പേസ് ചാനലിൻ്റെ ചലോ ബെത്ലഹേം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ചലോ ബെത്ലഹേം ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എങ്ങനെയാണ് കുട്ടിക്കാലത്ത് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ബർഗോളിയക്കാർ എങ്ങനെയാണ് ക്രിസ്മസിനെ കണ്ടിരുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പുൽക്കൂടിലെ രാജാക്കന്മാരും ആട്ടിടയന്മാരുമൊക്കെ ചുണ്ണാമ്പ് കല്ലുകൊണ്ടുണ്ടാക്കിയതായിരുന്നു എന്നാണ് പറയുക. അദ്ദേഹം പറയുന്നു, ജ്ഞാനികൾ വന്ന ഒട്ടകത്തിന് പുല്ലും വെള്ളവുമൊക്കെ കൊടുത്തിരുന്നത് അദ്ദേഹമാണെന്നാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതിനോടൊപ്പം ഒത്തിരി അനുബന്ധ കാഴ്ചകൾ നമ്മൾ കാണും. അതിനോടൊപ്പം അനുബന്ധ കച്ചവടങ്ങൾ, ക്രിസ്മസ് കച്ചവട കേന്ദ്രങ്ങൾ ഡിസംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എല്ലായിടത്തും തുടങ്ങുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, പുൽക്കൂടില്ലാത്ത നക്ഷത്രം ശോഭിക്കുകയില്ല എന്നുള്ളതാണ്. പുൽക്കൂട് ഉണ്ടെങ്കിലേ നക്ഷത്രത്തിനും പ്രസക്തിയുള്ളൂ. പുൽക്കൂടിനോട് ചേർന്ന് നിന്നാലേ നക്ഷത്രം വെള്ളി വെളിച്ചം ഈ ലോകത്തിന് പ്രദാനം ചെയ്യും. അദ്ദേഹം പിന്നീട് പറയുന്നത്, ഓരോ കുഞ്ഞും ക്രിസ്മസിലെ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണിമിശിഹായെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ലോകത്തിലേക്ക് വരുന്ന ഓരോ കുഞ്ഞും പ്രത്യാശയാണ്. ഓരോ കുഞ്ഞിനെയും ഹൃദയത്തിൽ മാതാപിതാക്കള്, അയൽവക്കക്കാര്, ബന്ധുക്കള് ഒക്കെ ആ കുഞ്ഞിനെ സ്നേഹിക്കുകയും താലോലിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓരോ കുഞ്ഞും ഈ ലോകത്തിലേക്ക് പ്രത്യാശയുമായിട്ടുമാണ് വരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. പണ്ടൊക്കെ നമ്മുടെ ഇടവ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു ബഹളമാണ് പള്ളിമുറ്റത്ത്. കുഞ്ഞുങ്ങളുടേതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെങ്കിലും, അതിർത്തികളില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെങ്കിലും, ക്രിസ്മസ് കുഞ്ഞുങ്ങളുടേതാണ്. കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ ക്രിസ്മസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പള്ളിമുറ്റങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ, ഈ മാലാഖമാരെ പോലെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കണം. പുൽക്കൂടിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഉത്സവമാണ്. അതിലേക്ക് നമുക്ക് പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.